ഡോ തന്നോടല്ലേ ഇവിടുന്ന് പോകാൻ പറഞ്ഞേ? എടോ സാറ് വന്ന വെറുതെ പ്രശ്നം ഉണ്ടാക്കും. എടോ തനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? സാർ ഇതേ വന്നോണ്ടിരിക്കുക, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. നിങ്ങളൊന്ന് പോയേ ഇവിടുന്ന്. എടോ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ ഇവിടെ ഇത്ര നോക്കി നിൽക്കാൻ മാത്രം? ഒന്ന് പോയേ. എടി ഇന്നലെയല്ലേ നിനക്ക് 5000 രൂപ തന്നത്? അതിനുള്ളിൽ തന്നെ നീ അത് തീർത്തോ? ശരി ശരി, സാറ് വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. സാർ, എന്താ സംഭവം? ഒരു പെണ്ണിന്റെ ഡെഡ് ബോഡിയാണ് സാർ. പീസ് പീസായിട്ട് വെട്ടി ഒരു ചാക്കിനകത്ത് കെട്ടി വലിച്ചെറിഞ്ഞിട്ടുണ്ട് സാർ. വയസ്സ് എത്ര ഉണ്ടാവും? ഏകദേശം ഒരു 20-25 ഉണ്ടാവും സാർ. എടോ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കല്ലേ, ഒന്ന് പോയേ. സാർ, ചൂണ്ടുവിരൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സാർ. Good morning, sir. Yes, sir. It's an unidentified body, sir. എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർ. നിയർ ഗ്രോസ്ലി പാലം സർ. ഓക്കെ സർ. സർ, ഇതിലും സിമിലാരിറ്റീസ് ഉണ്ട് സർ. ഇതിലെയും ചൂണ്ടുവിരൽ മുറിച്ചെടുത്തിട്ടുണ്ട്.
ജീവിതം എന്ന് പറഞ്ഞ വളരെ ഭംഗിയുള്ളതാന്നാ പറയാറ്. എന്നാ വിധിയോ അതെപ്പോഴാ പാത മാറി പോവാന്നറിയില്ല. നമ്മുടെ സന്തോഷങ്ങൾ കണ്ണ് ചിമ്മുന്ന നേരം കൊണ്ട് ഇല്ലാതായി തീരും. സ്വന്തം എന്ന് പറയുന്ന എല്ലാവരെയും നമ്മളിൽ നിന്ന് അകറ്റി നമ്മളെ ഒറ്റയ്ക്കാക്കി വേദനിപ്പിച്ച് നോക്കി നിൽക്കും. അത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ അനുവദിക്കില്ല. ആ വേദനയോടെ വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ. ഹായ് ഡാഡി മൈ ഡാഡി മൈ ഡാഡി മൈ ഡാഡി ഇതെന്റെ ഭർത്താവാ. എനിക്ക് എന്റെ ഡാഡിയാ നീ പോ. വഴക്കുണ്ടാക്കാതെ നിങ്ങൾ രണ്ടുപേരും എന്റെ മുത്തുമണികളല്ലേ. അതൊന്നും പറ്റില്ല അച്ഛാ. ആരുടെങ്കിലും ഒരാളുടെ പേര് പറ. രണ്ടുപേരും ആ മോളെ. ഡാഡി ആരെങ്കിലും ഒരാളുടെ പേര് പറ ഡാഡി. എപ്പോഴും നീയാണ് എന്റെ ചെല്ലക്കുട്ടി. താങ്ക് യു ഡാഡി. ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട വേണ്ട, നല്ല ആഹാരം കഴിച്ച് ഒരുപാട് ദിവസമായി. നീ പോയി റെഡിയാവ്, നമുക്ക് വെളിയിൽ നിന്ന് കഴിക്കാം. ഞാൻ ഉണ്ടാക്കിയ പോരെ? അതാ പറഞ്ഞില്ലേ നല്ല ആഹാരം കഴിക്കാൻ പോവാന്ന്. ഡാഡി ഇന്ന് മമ്മിയുടെ ബർത്ത്ഡേയാ. ഡാഡി ഇന്ന് വിഷ് ചെയ്യാൻ മറന്നില്ലേ? അമ്മയ്ക്ക് ഇന്ന് സർപ്രൈസ് കൊടുക്കാൻ പോവാ. നീ അമ്മയോട് പറയല്ലേ. ഡീൽ? ഡീൽ. ചക്കരെ ചക്കരമുത്തേ, എപ്പോഴും നീയല്ലേടി എനിക്ക് ഫസ്റ്റ്. എപ്പോ നോക്കിയാലും ഇതന്നെ പറഞ്ഞോളൂ. വാ തുറന്ന നുണയെ പറയും. എന്താ പറഞ്ഞേ? നീ നുണയെ പറയൂന്ന്. പ്രേമിക്കുന്ന സമയത്ത് നുണ മാത്രമേ പറയാറുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഏയ്, ദൈവത്തിനാണ് സത്യം ഞാൻ പറയുവാടി. എനിക്ക് എപ്പോഴും നിന്നെയാടി എനിക്കിഷ്ടം. ഏത് ദൈവത്തെ കുറിച്ചാ? നിന്റെ ദൈവത്തെ കുറിച്ചോ അതോ എന്റെ ദൈവത്തെ കുറിച്ചോ? രണ്ട് ദൈവമാണ് സത്യം ഞാൻ പറയുവാടി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നെയാടി. ഞാൻ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കില്ല. എന്തിനാ നീ പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞേ? അത് പിന്നെ എന്താന്ന് വെച്ചാ, അത് എന്റെ കെട്ടിയോൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കുവാണെങ്കിലേ നൈറ്റ് ഉറങ്ങണം, ടയർഡാകുന്നു എന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് ഫുൾ മീൽ കിട്ടത്തില്ലല്ലോ. ദിയ നോക്കിപ്പോ. ദിവ്യ നീ ലോക്ക് ചെയ്തിട്ട് വാ, ഞാൻ താഴെ പോയി നിക്കാം. ദിയ നിക്ക്. ആന്റി നിക്കാണ്ടി. ഹായ്, എന്നിട്ട് വിശേഷം ദിയ? ആന്റി എന്റെ ഡാഡി ഫോറിനിൽ പോയിട്ട് എനിക്ക് ചോക്ലേറ്റ് വാങ്ങിട്ട് വന്നിരിക്കുക. വെരി നൈസ്, താങ്ക് യു, സോ സ്വീറ്റ്. ഹലോ, ഹായ്, ഹൗ യു? ഐ എം ഗുഡ്, ഹൗ ആർ യു? ഐ എം ഗുഡ് ടു. ഡാഡി വന്നപ്പോ തന്നെ പുറത്തേക്ക് പോവാണോ ദിയ? ഹായ്. ഹായ്, ഓഫീസിലേക്കാണോ? അതെ, ടൈമായി, ഇപ്പൊ പോണം. നിങ്ങളുടെ മോളാ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തേ. ആന്റി ആ, ഇന്ന് ഞങ്ങള് ഡാഡിന്റെ കൂടെ പുറത്ത് ഫുഡ് കഴിക്കാൻ പോവാണല്ലോ. നൈസ് ടാ, എൻജോയ്. ബൈ ബൈ, എന്നാ വരട്ടെ. ബൈ. ബൈ. വാ ലെറ്റ്സ് ഗോ. നമുക്ക് ഇറങ്ങാം. വെൽക്കം മാം. വെൽക്കം സർ. ഹായ് മാം. ഹലോ സർ. വെൽക്കം സർ. ഇവിടെ വന്നിരിക്കൂ. ഇരിക്കൂ സർ പ്ലീസ്. മമ്മി വാരിക്കൊണ്ട് മമ്മി. ഒന്ന് പോടി. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you.
മമ്മി. ഇനി അങ്ങോട്ട് എന്താ സംഭവിക്കാന്ന് പോലും അറിയാണ്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. എടാ അളിയെ നിർത്ത് നിർത്ത് നിർത്ത്. ഇന്നലെ കൊച്ചിയിൽ നടന്ന പോലീസ് വെടിവയ്പിൽ തീവ്രവാദ സംഘത്തിന്റെ തലവനും 4 കൂട്ടാളികളും കൊല്ലപ്പെട്ടു. ഇവർ പാകിസ്ഥാനിലെ ലഷ്കർ-ഇ-തൊയ്ബ എന്ന തീവ്രവാദ സംഘവുമായി ബന്ധമുള്ളവരാണെന്നും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടന്ന സ്ഫോടന പരമ്പരകളിൽ പങ്കുള്ളവരാണെന്നും പോലീസ് പറയുന്നു. ദിയ, എന്താ ചെയ്യുന്നേ? എന്തുപറ്റി മോളെ? മമ്മി, എനിക്ക് ഒരുപാട് വിശക്കുന്നുണ്ട്. ഒന്നുമില്ല കഴിക്കാൻ ഇവിടെ. അല്ല, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഡേറ്റ് ഇന്ന് 20ആയി. വാടക തരണം എന്നുള്ള ഒരു വിചാരമില്ലേ നിങ്ങൾക്ക്? അയ്യോ സർ, ഞാൻ അടുത്ത മാസം ഒന്നിച്ച് തന്നോളാം. എന്തോന്ന് അടുത്ത മാസം? എന്നെ കാണുമ്പോ പിച്ചക്കാരായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? വീട്ടിൽ തന്നെ അടയിരുന്ന പൈസ എന്താ ആകാശത്ത് മഴ പോലെ വീഴുന്നാണോ വിചാരിക്കുന്നത്? ഇനി ഇതൊന്നും അനുഭവിച്ചു തരാൻ പറ്റില്ല. 2 ദിവസം സമയമുള്ളൂ, പറഞ്ഞു കഴിഞ്ഞു. 2 ദിവസം കൊണ്ട് പൈസ തന്നില്ലെങ്കിൽ വാതിലും പൊട്ടി പൊക്കോളാം ഇവിടുന്ന്. ഇപ്പൊ എന്തിനാ സാറേ ഒച്ച ഉണ്ടാക്കുന്നേ? വാടക തരുന്നില്ലെന്ന്. പാവം, അവളെ ഭർത്താവില്ലത്തിന് കഷ്ടത്തിലിരിക്കാ. ഈ സമയത്താണോ അവളെ ഉപദ്രവിക്കുന്നേ? നിങ്ങൾക്ക് വാടകയല്ലേ വേണ്ടത്? ഇതാ പിടിച്ചോ. ബാക്കി ഈ മാസം ലാസ്റ്റ് തരാം, ഞാൻ തന്നോളാം. അവനെ പോവാൻ പറ, പിച്ചക്കാരൻ. ദിയ, ഒരു പ്ലേറ്റ് പോയി എടുത്തിട്ട് വാ. മമ്മി ഒന്നും പറയത്തില്ല, നീ പോയി എടുത്തിട്ട് വാ. ദിയ, 2 പ്ലേറ്റ് എടുത്തിട്ട് വാ. ഇവിടെ നോക്ക്, എത്ര നാള് കഴിഞ്ഞാലും ഒന്നും മാറാൻ പോകുന്നില്ല. എല്ലാം മനസ്സിന്റെ ഒരു സൈഡിൽ വെച്ചിട്ട് അടുത്തത് എന്താന്ന് ആലോചിക്കണ്ടേ. കാലം എല്ലാത്തിനെയും മായ്ക്കും. ധൈര്യമായിട്ടിരിക്കെ. ഇഡ്ലി കഴിച്ചാലോ? നീയും കഴിക്ക്. എനിക്ക് വിശക്കുന്നില്ല. നീ വിഷമിക്കുന്നതോ ബുദ്ധിമുട്ടുന്നതോ ഒന്നും വയറിന് അറിയില്ല. അതെല്ലാം അതിൻ്റെ ജോലി കറക്റ്റ് സമയത്ത് ചെയ്യാൻ നോക്കും. വിശപ്പ് മാറ്റുന്ന ഒരേ ഒരു മരുന്ന് പണം മാത്രമാണ്. നമ്മളെ കാര്യം വിട്ടേക്കേ. ആ ചെറിയ കുഞ്ഞ്, അതിനെക്കൊണ്ട് താങ്ങാൻ പറ്റുമോ? എല്ലാം മറന്നിട്ട് നീ ദിയയ്ക്ക് വേണ്ടി ജീവിച്ചേ മതിയാവും. അത് നീ ആലോചിക്കേ.